ഈ ലക്ഷണങ്ങൾ ഫീൽ ചെയ്താൽ ആ വ്യക്തി നിങ്ങളെ ചതിക്കും. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. അടുത്തു വരുമ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കുക. അകന്നു നിന്നാൽ പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് അടുത്ത് വരുമ്പോൾ, നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ വളരെ സ്നേഹം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കും അല്ലെങ്കിൽ അഭിനയിക്കും. പക്ഷെ നിങ്ങളെ കാണാതാവുമ്പോൾ, നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതാവുമ്പോൾ അവർ നിങ്ങളെ ഓർക്കുന്ന പോലുമില്ല, നിങ്ങളെ മൈൻഡ് ചെയ്യുക പോലുമില്ല. നിങ്ങളില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നടക്കും. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ സ്നേഹം കാണിക്കുകയും അകന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ ചതിക്കും. അവരുടെ മുന്നോട്ടുള്ള പോക്ക് നിങ്ങളെ ചതിക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. അവരുടെ പുറകെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ വേദനിക്കേണ്ടി വരും. അവർ തീർച്ചയായും നിങ്ങളെ സമയമാകുമ്പോൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. 2. വ്യക്തത ഇല്ലാതെ സംസാരിക്കുക. ഒന്നിലും ഉറപ്പില്ല. അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി വ്യക്തതയില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ, ഒന്നിലും ഉറപ്പില്ലാതെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറയുന്നത് പിന്നെ പറയില്ല, പിന്നെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ പറയില്ല, അങ്ങനെ വ്യക്തതയില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ചതിക്കും എന്നുള്ളതാണ്. ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ദൃഢതയുമില്ല. ആ വ്യക്തി നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുമില്ല, നിങ്ങളെ ചതിക്കാനുള്ള പോക്കാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ വ്യക്തിയുടെ സമയമാകുമ്പോൾ ആ വ്യക്തി പോയിട്ടുണ്ടാവും. ഒരു വ്യക്തതയും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ഉറപ്പും ഹൃദയത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്തോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയമാകുമ്പോൾ പോകാനുള്ള ഒരു ബന്ധമായി അതിനെ കണക്കാക്കാം. അപ്പോൾ വ്യക്തമായി സംസാരിക്കാത്തവരെ സ്നേഹിക്കുമ്പോൾ സൂക്ഷിക്കുക, ചതി ഉറപ്പാണ്. 3. നിങ്ങൾ എന്ത് പറഞ്ഞാലും റിപ്ലൈ തരാതെ ചിരിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും റിപ്ലൈ തരാതെ ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ചതിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുമായുള്ള ബന്ധം കുറച്ച് കഴിയുമ്പോൾ അകന്നു പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചകലും. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങളെ മാറ്റി നിർത്തേണ്ടതായ പ്രവൃത്തികൾ സംഭവിക്കും. എന്ത് പറഞ്ഞാലും റിപ്ലൈ തരികയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാതെ എന്ത് പറയുമ്പോഴും ചിരിക്കുകയോ പുഞ്ചിരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവർ പലരുടെ അടുത്തും ചിരിച്ച് പുഞ്ചിരിച്ചും ഇങ്ങനെ നടക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരെക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല. അവർ പലരുടെ പുറകെയും പോകും. ഇത് മനസ്സിലാക്കിയിരിക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരെ ഒന്നും വിശ്വസിക്കരുത്, സ്നേഹിക്കരുത്, ചതിക്കപ്പെടും. 4. കണ്ണ് വെച്ച് നിങ്ങളെ ആംഗ്യം കാണിക്കുക. അതുപോലെ തന്നെ കൈകൊണ്ടും ആംഗ്യം കാണിക്കുക. ഇങ്ങനെയുള്ളവരെ ഒന്നും വിശ്വസിക്കരുത്. അവർ വെറുതെ ടൈം പാസ്സായി മാത്രമേ നിങ്ങളെ എടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ ആ സ്നേഹത്തെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, കൈകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവർ മുന്നോട്ട് വന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തും, വാഗുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും, സംസാരം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. പക്ഷേ മറ്റുള്ളവർ കൈകൊണ്ടും കണ്ണുകൊണ്ടൊക്കെ ആംഗ്യം കാണിച്ച് നടക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളിൽ യഥാർത്ഥ സ്നേഹം ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ എന്തോ ഒരു പൊട്ടൻ കളിപ്പിക്കുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് നിങ്ങളെ അങ്ങനെയാണ് അവർ കണ്ടിരിക്കുന്നത്, പൊട്ടൻ കളിപ്പിക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ടൈം പാസ് ആയിട്ട് വെറുതെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കിയിരിക്കുക. ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. 5. ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവർ യാതൊരു വിധത്തിലുമുള്ള നേരായ വഴിക്ക് പോകുന്നവരല്ല. അവർ തോന്നുന്നത് ചെയ്യുന്നു, തോന്നുന്നത് പ്രവർത്തിക്കുന്ന ആരോടും അവർ പറയും ചെയ്യാമെന്ന്, എന്നിട്ട് അവർ അവരുടെ വഴിക്ക് പോകുന്നു. അതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നവരെ ഒരിക്കലും ജീവിതത്തിൽ വിശ്വസിക്കരുത്. അവരെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല, അവർ ചതിച്ചിട്ട് പോകും എന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ. ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കരുത്, വലിയ ചതിയിലാകപ്പെടും. അവർക്ക് ആരോടും സ്നേഹമില്ലാത്തവരാണ്. ഇത് അറിഞ്ഞിരിക്കുക. 6. നിങ്ങളുടെ സ്നേഹത്തെ മുതലാക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക. അതായത് പണം ചോദിക്കുക, ഹെൽപ്പ് ചോദിക്കുക, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച് നടന്നുകൊണ്ട് നിങ്ങളുടെ ആ സ്നേഹത്തെ മുതലാക്കുക. അത് അവരുടെ കാര്യങ്ങൾ കാണാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുക. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത്. അവർ നിങ്ങളെ ചതിച്ചിരിക്കും, ഇത് ഉറപ്പാണ്. യഥാർത്ഥത്തിലുള്ള സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാമുള്ള ഒരു പരസ്പര സഹകരണമാണ് ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥ. അല്ലാതെ ഒരാളിൽ നിന്നും എന്തെങ്കിലും വാങ്ങിയെടുക്കുക, അത് കിട്ടിയില്ലെങ്കിൽ പിണങ്ങിപ്പോകുക, അല്ലെങ്കിൽ വാങ്ങിയെടുക്കാൻ മാത്രമുള്ള കാര്യസാധ്യത്തിന് മാത്രമുള്ള ഒന്നായി സ്നേഹത്തെ കാണുക. ഇങ്ങനെയുള്ളവരെ ഒന്നും ജീവിതത്തിൽ വിശ്വസിക്കരുത്. അവരൊക്കെ സഹിച്ചിരിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.